ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ക്ലവർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 20ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് ബ്ലാക്ക് ക്ലവർ എന്ന ഈ അനിമെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ കൂടെ വേറെ ഏതെങ്കിലും അനിമെ ചെയ്യണമെങ്കിൽ അതും തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് റോയൽ ക്യാപിറ്റലിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെയാണ്. ഇതെങ്ങനെ ശരിയാവും? നിങ്ങൾക്ക് എങ്ങനെ എന്നെ പുറത്താക്കാൻ സാധിക്കും? അതിലൊരു ന്യായവും ഇല്ല. റോയൽറ്റിയിലുള്ളവരെക്കാൾ കൂടുതൽ എന്റെ കയ്യിൽ മാജിക് പവർ ഉണ്ട്. എന്റെ കയ്യിലുള്ള മാജിക് പവർ വളരെയധികം പവർഫുൾ ആണ്. ഈ ലോകത്ത് എനിക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം മാജിക് മാത്രമാണ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് പറഞ്ഞ് അവൻ പുറകിലോട്ട് നോക്കുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഒരു സോംബിയെ പോലെയുള്ള ഒരാളത് അവന്റെ പുറകിൽ നിൽക്കുന്നു. ഓ, അവർക്ക് എങ്ങനെയാ അതിനുള്ള ധൈര്യം വന്നേ എന്ന് പറഞ്ഞ് ഇവൻ ടെൻഷൻ ആവുന്ന സമയത്താണ് ഇവന്റെ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നത്. നീ ആരോടാ ഈ സംസാരിക്കുന്നേ? ആരോടും ഇല്ല, എന്നോട് തന്നെയാ. ഓ ശരി, അവിടെയെല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഓൾറൈറ്റ്. ക്ലോവർ കിൻഡത്തിനും ആ മാജിക് നൈറ്റ്സിനും എന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് കാണിച്ചു കൊടുക്കേണ്ട സമയമായിരിക്കുന്നു. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഞാനൊരു വിസർഡ് കിങ് ആയി മാറിയിരിക്കും. അന്ന് നിങ്ങളുടെ ഈ വായൊക്കെ ഞാൻ അടപ്പിക്കും എന്ന് ആസ്ത അവിടെ വിളിച്ചു പറയുന്നു. സോ ഇത് കേട്ട് എല്ലാവരും ആസ്തയെ തന്നെ നോക്കി നിൽക്കുവാണ്. ആരും ഒന്നും മിണ്ടാതെ ആസ്തയെ തന്നെ നോക്കുന്നത് കണ്ട് ലൂണറ്റ്സ് പേടിച്ചു പോകുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടോണ്ടിരുന്ന യുനോ ഒരിക്കലുമില്ല എന്ന് ആസ്തയോട് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും അവനെ നോക്കി ചിരിക്കുന്നു. നിന്നെ കൊണ്ടൊന്നും വിസർഡ് കിങ് ആവാൻ പറ്റില്ല. ഇനി നീ അത് ഞങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ എന്തായാലും അത് കൊള്ളാമായിരുന്നു. വാട്ടർ ബൈൻഡിങ് മാജിക്, ആദ്യം നീ ഇതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞ സോളിഡ് അവന്റെ നേരെ മാജിക് പവർ യൂസ് ചെയ്യുന്നു. എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ആസ്ത അത് അങ്ങ് ഇല്ലാതാക്കുന്നു. മിസ്റ്റ് ബൈൻഡിങ് മാജിക്, മിസ്റ്റ് സ്പൈഡർ ത്രെഡ്സ് എന്ന് പറഞ്ഞ നിബ്ര ആസ്തയ്ക്ക് നേരെ തന്റെ വിൻഡ് മാജിക്കും യൂസ് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ആസ്ത അതിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ട് ഒഴിഞ്ഞു മാറുന്നു. ഇതൊക്കെ കണ്ട് അവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത് സത്യമായിരുന്നോ? ഇവൻ വിചാരിച്ച ഏത് മാജിക്കും ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും മറ്റുള്ളവരെ പോലെ ഇവനൊരു സാധാരണ പയ്യനല്ല എന്ന് പറഞ്ഞ അലക്ട്ര അവന് നേരെ സാൻഡ് മാജിക് യൂസ് ചെയ്യുന്നു. പെട്ടെന്നാണ് ആസ്തയ്ക്ക് പുറകിൽ സാൻഡ് കൊണ്ടുള്ള ഒരു വലിയ ആർമർ ക്രിയേറ്റ് ആവുന്നത്. സോ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അത് ആസ്തയെ പിടിച്ചു വെക്കുന്നു. അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം, ദയവ് ചെയ്ത് അവനെ വെറുതെ വിടണം എന്ന് ലൂണറ്റ്സ് അവരോട് പറയുന്ന സമയത്താണ് നിനക്ക് സംസാരിക്കാൻ ഞാൻ അനുവാദം തന്നോ? മിണ്ടരുത്. ഇന്നിവിടെ നടന്ന ഈ പ്രധാനപ്പെട്ട സെറമോണിയിൽ എവിടെ നിന്നോ വന്ന ഒരുത്തൻ എന്തൊക്കെയോ വിളിച്ചു പറയുമ്പോ ഈ സ്ഥലത്തിന് അവൻ എന്ത് മര്യാദയാ കൊടുക്കുന്നതെന്ന് നീ തന്നെ പറ എന്ന് അലക്ടർ അവരോട് പറയുന്നു. ഹേയ്, നീ എന്താ ഈ ചെയ്യുന്നേ? ഇവനെ പോലെയുള്ളവന്മാർക്കൊക്കെ എന്തിനാ ഇത്ര അധികം ബിൽഡപ്പ് കൊടുക്കുന്നേ? ഒറ്റയടിക്ക് ഇവനെ ഇല്ലാതാക്കി വീട്ടിലോട്ട് പറഞ്ഞു വിടണം, അതാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ സോളിഡ് തന്റെ വാട്ടർ മാജിക് ഉപയോഗിച്ച് ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ് വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് നോയൽ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഹോളി വാട്ടർ ബുള്ളറ്റ് എന്ന് പറഞ്ഞ അവൻ അത് ആസ്തയ്ക്ക് നേരെ പറഞ്ഞു വിടുന്നു. ഇതേ സമയം തന്റെ ബാഗിലുണ്ടായിരുന്ന ക്ലോവർ പുറത്തെടുക്കുവാണ് യുനോ. നിന്നെ പോലെ ഒരു തോൽവിക്ക് ഒരിക്കലും ഇവിടെ സ്ഥാനമില്ല എന്ന് നോയലിന്റെ ബ്രദർ പറഞ്ഞത് ആസ്ത ആലോചിക്കുന്നു. സോ പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ സോഡ ക്ലോവറിന്റെ അകത്തു നിന്നും പുറത്തു വരുന്നു. അതുപയോഗിച്ച് ആ സാൻഡിനെ ഇല്ലാതാക്കി. ഞാൻ ഇനിയും ഇതൊന്നും അവസാനിപ്പിച്ചിട്ടില്ല, ഞാനൊരിക്കലും സോറി പറയുകയില്ല എന്ന് പറഞ്ഞ ആ വാട്ടർ ബുള്ളറ്റ് അവനെ നേരെ തന്നെ പറഞ്ഞു വിടുന്നു. എന്നിത് മനസ്സിലാക്കിയ സോൾഡ് അത് തടയുന്നുണ്ടെങ്കിലും അവൻ അത് ചെറുതായിട്ട് ക്ഷീണിപ്പിക്കുന്നു. ഇവനെ പോലുള്ള ഒരു സാധാരണക്കാരൻ എന്റെ മേത്ത് കൈവച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും നിന്നെ വെറുതെ വിടില്ലടാ. ഇനി നിനക്കൊരു ചാൻസ് ഇല്ല, കൊന്നുകളയും ഞാൻ എന്ന് പറഞ്ഞ സോൾഡ് ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ് വേണ്ട, അവനെ വെറുതെ വിട്ടേക്ക്, അവന് വേണ്ടി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം എന്ന് നോയൽ പറയുന്ന സമയത്താണ് ഭൂമി കുലുക്കം പോലെ എന്തോ അവർക്ക് ഫീൽ ചെയ്യുന്നത്. സോ വളരെ പവർഫുൾ ആയിട്ടുള്ള സിൽവർ ഈഗിൾസിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നോസൽ സെൽവയാണ് അങ്ങോട്ട് വരുന്നത്. മതി, നിർത്ത് സോളിഡ്. സാധാരണ ഒരു പയ്യന്റെ മോളിൽ നീ ഇത്രയും മാജിക് പവർ യൂസ് ചെയ്യാൻ പാടില്ല. അത് പിന്നെ സാർ, വേണ്ടെന്നാ നിന്നോട് പറഞ്ഞേ. നീ ചെയ്യുന്നതൊന്നും നിന്നെ ബാധിക്കില്ല, സെൽവ ഫാമിലി ആയിരിക്കും ബാധിക്കുന്നത്. സോ അവിടുത്തെ എയർ പോലും അത്രയധികം ചില്ലായിട്ട് നിൽക്കുന്നത് കണ്ട് ആസ്ത ഇവരെ തന്നെ നോക്കുന്നു. ക്യാപ്റ്റൻ യാമിയെ പോലെയല്ല, ഇത് ഐസ് കോൾഡ് പ്രഷറാണ്. റോയൽ ഫാമിലിയിലുള്ളവരുടെ മുകളിലാ നീ കൈവച്ചിരിക്കുന്നേ. നിന്നെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് എനിക്കറിയില്ല എന്ന് നോസിൽ ആസ്തയോട് പറയുന്നു. ഇവനും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു പ്രശ്നമാവും. സോ നോസിൽ ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഇതോടെ എല്ലാം നിർത്തിക്കോ. ഒരു ചെറിയ പയ്യനെ ഇങ്ങനെ ഗാങ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നത് വളരെ മോശമല്ലേ? സോ ക്രിംസൺ ലയൺസിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഫെർഗോറിയ വെർമിലിയൻ ആയിരുന്നു അത്. ഇതേ സമയമാണ് ലിയോപോൾ ആസ്തയെ നോക്കി ചിരിക്കുന്നത്. അവസാനം മിമോസ പറഞ്ഞത് സത്യമായല്ലേ? ശരിക്കും നീ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പയ്യനാ. അത് മാത്രമല്ല ഇന്ന് നിന്റെ ലക്കി ഡേയാ. ശരി, എന്റെ പേര് ലിയോപോൾ വെർമിലിയൻ. ഇന്നു മുതൽ നീയാണ് എന്റെ എതിരാളി. ഇത് കേട്ട ആസ്ത ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കുന്നു. നിന്റെ പേരെന്താ പറഞ്ഞേ? കാസ്ത? കാസ്ത അല്ലടാ, ആസ്ത. ആ ആസ്ത.
നിന്നെ ശരിക്കും എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായി. ഇന്നു മുതൽ നീയാണ് എന്റെ എതിരാളി, മനസ്സിലായോ എന്ന് പറഞ്ഞ് ലിയോ അവന്റെ തോളിൽ തട്ടിക്കൊണ്ടേയിരിക്കുവാണ്. ഇവനാണോ വെർമില്യൻ എന്ന് ചോദിക്കുകയാണ് യൂനോ. അതെ, എന്റെ അച്ഛന്റെ ഫാമിലിയിൽ ഒരുപാട് കസിൻസ് ഉണ്ട് എനിക്ക്. എന്റെ അച്ഛന്റെ എൽഡർ ബ്രദറിന്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. അതുപോലെയാണ് നോയലിന്റെ അമ്മ എന്റെ അമ്മയുടെ സിസ്റ്ററാണ്. സോ അവളും എന്റെ കസിനാ. ഓ മതി, എനിക്ക് ഈ ഫാമിലി ട്രീയെ പറ്റി അറിയാൻ തീരെ താല്പര്യമില്ല. എന്ന ഇതേ സമയമാണ് ആസ്ത. എനിക്ക് ഓൾറെഡി ഒരു എതിരാളിയുണ്ട്, കണ്ടോ, അവന്റെ പേര് യൂനോ, അവനാ എന്റെ എതിരാളി എന്ന് ലിയോനോട് പറയുന്നത്. അതൊന്നും കുഴപ്പമില്ല, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ എതിരാളി ഉണ്ടാവുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഓ, നിന്റെ ബോഡി കൊള്ളാവല്ലോ, നിന്റെ മസിൽസ് ഒക്കെ വളരെയധികം ഫിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നീ ഒരു നല്ല എതിരാളി തന്നെയായിരിക്കും എന്ന് ലിയോ പറയുന്നത് കേട്ട് അവനിപ്പോ ലിയോയുടെ എതിരാളിയായി മാറിയിരിക്കുന്നു. എന്റെ ആസ്ത പൊളിയാ എന്ന് മീമോസ മനസ്സിൽ ചിന്തിക്കുന്നു. ഹൗ, എല്ലാം ഇങ്ങനെ അവസാനിച്ചു എന്ന് ചിന്തിക്കുകയാണ് ലൂണർസ്. ഒരു റോയൽ ഒരു സാധാരണക്കാരനെ തന്റെ എതിരാളിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താ ഇതൊക്കെ എന്ന് നോസിൽ ചോദിക്കുന്നു. ഈ പയ്യനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് വിസാർഡ് കിങ് ആണ്. അവൻ ഇവിടെ ഉണ്ടാവണമെന്നുള്ളത് വിസാർഡ് കിങ്ങിന്റെ ആവശ്യമാണ്. അത് മനസ്സിലാക്ക് നോസിൽ. ഒരു റോയൽ ഇതുപോലെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വെർമില്യൻ ഇത്രയധികം സോഫ്റ്റ് ആയിട്ടാണ് വളർന്നിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിന്റെ കുടുംബത്തിന് നീ വളരെ വലിയൊരു അപമാനമാണ് ഫെഗോലിയൻ എന്ന് പറയുവാണ് നോസിൽ. നീ എന്താ പറഞ്ഞേ? അതെ, ആകാശത്തിലൂടെ പറക്കുന്ന ഒരു പരുന്താണ് ഞാൻ. മണ്ണിലൂടെ അഴഞ്ഞു പോകുന്ന ഒരു പുഴുവിനെ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് കേട്ട് ഫെഗോലിയന് ദേഷ്യം വരുന്നു. സോ രണ്ട് ക്യാപ്റ്റൻസും ഒരു ഫൈറ്റിന് എന്നെ തയ്യാറാവുന്നു. സിൽവർ ഈഗിൾസ് ആണോ ക്രിംസൺ ലയൺസ് ആണോ പവർഫുൾ എന്ന് നോക്കാനുള്ള ഒരു വലിയ ഫൈറ്റ്. രണ്ട് ക്യാപ്റ്റൻസിന്റെയും മാജിക് പവർ ഏറ്റുമുട്ടുന്നു. എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞ് ലൂണർസ് നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ട് ഒരാൾ വരുന്നത്. ഒരു വലിയ പ്രശ്നമുണ്ട്. ആരൊക്കെയോ ചേർന്ന് റോയൽ ക്യാപിറ്റലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സോ എപ്പിസോഡ് തുടക്കത്തിൽ കണ്ട അയാൾ ഒരുപാട് സോംബീസിനെ കൊണ്ടുവന്ന് റോയൽ ക്യാപിറ്റൽ മുഴുവനായിട്ടും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ പവർ എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ഒരുത്തിന് പോലും അറിയില്ല. പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ജീവിക്കുന്നേ? ചാവടാ, എല്ലാം ചാവ് എന്ന് പറഞ്ഞ അവിടെയുള്ള മനുഷ്യരെ മൊത്തം കൊന്നുകൊണ്ടിരിക്കുവാണ് അവൻ. എന്ന് പെട്ടെന്നാണ് അവനെ തടയാൻ വേണ്ടി ക്ലോവർ കിൻഡത്തിലെ ഗാർഡ്സ് അങ്ങോട്ട് വരുന്നത്. നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് ഇവിടെ മുഴുവൻ ഇല്ലാതാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരിക്കലും ഞാൻ തോൽക്കില്ല, ഒരിക്കലും ഞാൻ തോറ്റു തരാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് വീണ്ടും ഒരുപാടധികം സോംബീസിനെ അവൻ അങ്ങോട്ട് കൊണ്ടുവരുന്നു. എന്നിതൊക്കെ കണ്ട് ഗാർഡ്സിന് ഇത് എന്ത് തരത്തിലുള്ള മാജിക് ആണെന്ന് മനസ്സിലാവുന്നില്ല. സോ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ സോംബീസിനെ തടയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. എന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങളൊന്നും ആയിട്ടില്ല. നിങ്ങളുടെ ഒക്കെ മാജിക് നൈറ്റ്സിനോട് വരാൻ പറ. എന്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഈ പറയുന്നേ? റോയൽ ക്യാപിറ്റലിനെ ആരാ അറ്റാക്ക് ചെയ്യുന്നേ? സ്റ്റോൺ ക്രിയേഷൻ മാജിക്, സ്റ്റോൺ മോറൽ ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ ഷെറിൻ റോയൽ ക്യാപിറ്റലിന്റെ ഒരു 3D മോഡൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അത് സാധാരണ ഒരു 3D മോഡൽ മാത്രമല്ല, പുറത്തു നടക്കുന്ന ആളുകളുടെ നിലവിളി അടക്കം എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ഇതിൽ കാണുന്നുണ്ട്. ഇതിന്റെ മാജിക് പവർ ഗൈഡ് പോസ്റ്റിനേക്കാൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മാജിക് ആണെന്ന് തോന്നുന്നു. ഒരേ സമയത്ത് ആരും നോട്ടീസ് ചെയ്യാത്തതുപോലെ 5 സ്ഥലത്താണ് ഇവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ? അതെ, ഒരേ സമയത്ത് 5 സ്ഥലത്തും അവരെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരാൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. പക്ഷെ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? നോബിൾ റെയിൻ മാത്രം ഫോക്കസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന സോസറേഴ്സ് ഉണ്ട് പുറത്ത്. അവരെപ്പോഴും ഇതിനകത്തൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് സ്പെഷ്യൽ മാജിക് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തകർക്കാൻ സാധിക്കില്ല. എന്നാൽ അത് ഇല്ലാതാക്കാൻ എന്തോ ഒരു കാര്യം അവർക്കറിയാം. ഇനി ഒരു പക്ഷെ ഗാർഡിയൻസ് ആയിട്ടിരിക്കുന്ന മെയ്ഡ്സ് ശത്രുവായി മാറിയോ? എന്തായാലും ഇത് ചെയ്തവൻ ഒരു നിസ്സാരക്കാരനല്ല. ശരി, ആദ്യം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് കാസ്റ്റൽ ഏരിയയാണ്. ഹേയ്, ഇനി എന്താ എല്ലാവരും ആലോചിച്ച് നിൽക്കുന്നേ? നമുക്കെല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം ഈ സ്ഥലം എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. കമോൺ ഗൈസ്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യാം എന്ന് പറഞ്ഞ ആസ്ത അവിടെ നിന്ന് ഓടുന്നു. ആസ്ത, നീ എങ്ങോട്ടേ പോകുന്നേ? നമുക്ക് ഇതുവരെ ഈ സിറ്റുവേഷൻ എന്താണെന്ന് എക്സൈറ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. അവിടെ പോയിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നേ? നിന്റെ കയ്യിൽ മാജിക് പവർ പോലും ഇല്ല. അവിടെ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് തന്നെയാ ഞാനും പ്രതീക്ഷിച്ചേ. ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാനിതാ വരുന്നു. ബിക്കോസ് എതിരാളിയുടെ ഫൈറ്റിംഗ് സ്കിൽ എന്താണെന്ന് കാണേണ്ട ഞാൻ എന്ന് പറഞ്ഞ് ലിയോയോ അവന്റെ പുറകെ ഓടുന്നു. ആ ലിയോ ഇപ്പോഴും കുട്ടികളെ പോലെയാണ് പെരുമാറുന്നത്. സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറാൻ അവർക്ക് അറിയില്ല. അതിവിടെ ഇപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. കമോൺ ഗായ്സ്, നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്. നമുക്കെല്ലാവർക്കും നോർത്ത് ഭാഗത്ത് വെച്ച് മീറ്റ് ചെയ്യാം. ഞാൻ ലിയോന്റെയും ആ ബ്ലാക്ക് ബുൾ പയ്യന്റെയും പുറകെ പോകാം. ഹേയ് ബ്ലാക്ക് ബുൾ ഗേൾ, നീ എന്റെ കൂടെ വരണം. സിൽവർ ഈഗിൾസ്, നിങ്ങൾ സ്റ്റണ്ടർ ഡിസ്ട്രിക്ട് വേണം നോക്കാൻ. ബ്ലൂ റോസ് നൈറ്റ്സ്, നിങ്ങൾ ഈസ്റ്റ് ഭാഗത്തോട്ട് പോ. പിന്നെ ഗോൾഡൻ ഡൗൺസ്, നിങ്ങൾ 2 ടീമായിട്ട് പിരിഞ്ഞ് നോർത്തും വെസ്റ്റും കവർ ചെയ്. സോ എല്ലാവരും പുറപ്പെടാൻ തയ്യാറാവ്. ഇന്ന് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ നാടിനും മാജിക് നൈറ്റ്സിനും അത് വളരെ വലിയൊരു അപമാനമാണ്. കമോൺ ഗായ്സ് എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് പുറപ്പെടുന്നു.
ഇതേ സമയമാണ് പാർട്ടി നടന്നിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു മേശക്കടിയിൽ നിന്നും പാപ്പിൻസൺ എഴുന്നേറ്റ് വരുന്നത്. ആസ്തയും നോവലി എവിടെ പോയി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിൽക്കുന്നു. അപ്പോഴാണ് വളരെ നല്ല രീതിയിൽ ഒരു സ്മെൽ അവൾക്ക് കിട്ടുന്നത്. ഓ മൈ ഗോഡ്, എന്തായിരിക്കും അത് എന്ന് പറഞ്ഞ് അവൾ അതിനെ പിന്തുടർന്നു പോകുന്നു. ഇതേ സമയം സെൻട്രൽ ഡിസ്ട്രിക്റ്റിലോട്ട് സിൽവർ ഈഗിൾസ് മാസ് ആയിട്ട് വരുന്നു. ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിലുള്ള ജനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സോംബീസിന്റെ അടുത്തോട്ട് ബ്ലൂ റോസും വരുന്നു. ഇതേ സമയം നോർത്തിലെ വെസ്റ്റ് ഭാഗത്തോട്ട് പോയ യൂനോയും പിള്ളേരും പണി ആരംഭിച്ചിരുന്നു. മറ്റൊരു ഭാഗത്ത് ലൂണറ്റ്സ് അടങ്ങുന്ന ഗോൾഡൻ ടൗണിന്റെ മറ്റൊരു ടീമും എത്തിയിട്ടുണ്ട്. ഇതേ സമയം നോർത്ത് ഭാഗത്തോട്ട് പോയ നോയിലും ഫെഗോലിയനും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ഇതുപോലെയുള്ളവരെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് പറയാണ് ഫെഗോലിയൻ. അല്ല, ആസ്തി എവിടെ എന്ന് നോയൽ ചോദിക്കുന്ന സമയത്താണ് ആ ടൗൺ മൊത്തം നശിപ്പിക്കാൻ വന്നവൻ ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടി പോകുന്നത്. എന്ന് പെട്ടെന്ന് അങ്ങോട്ടൊരാൾ ഓടി വരുന്നു. തന്റെ മുൻപിലുള്ള എല്ലാ സോംബീസിനെയും വെട്ടിവീഴ്ത്തി വളരെ വേഗത്തിൽ മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന അവൻ അവിടെ ഉണ്ടായിരുന്ന തീനകത്തുകൂടെ ഇവന് നേരെ അങ്ങ് ചാടുന്നു. ഇവിടെയുള്ള ഒരുത്തന്റെ രോമത്തിൽ പോലും തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ലടാ